ഈ ലക്ഷ്യങ്ങളൊക്കെ സമഗ്രമായി ചേർത്ത് പിടിക്കാനും നമുക്ക് ഒരേ ഒരു ജീവിതമേ ഉള്ളൂ, ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്ന തരത്തിൽ ഈ ലക്ഷ്യങ്ങളൊക്കെ സമഞ്ജസമായി ചേർത്തെടുക്കാൻ നമുക്ക് സാധിക്കണം. ഏതെങ്കിലും ഒന്ന് നേടിയതിനു ശേഷം മറ്റൊരു ലക്ഷ്യം എന്ന തരത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് വർഷങ്ങളില്ല എന്നതാണ് യാഥാർത്ഥ്യം. സാധിക്കാവുന്ന എല്ലാ ലക്ഷ്യങ്ങളും ഒരേ സമയം കൈവരിക്കാനും അതോടൊപ്പം ജീവിതം ആസ്വദിക്കാനും നമുക്ക് സാധിക്കണം. ലക്ഷ്യങ്ങൾ പിന്തുടരുന്നതിനിടയിൽ വീണ് കിട്ടുന്ന ജീവിതത്തിന്റെ അസുലഭ നിമിഷങ്ങളെ കൂടി നാം പരിഗണിക്കേണ്ടതുണ്ട്. അവിടെ കുടുംബവും സമൂഹവും സൗഹൃദങ്ങളും സന്തോഷങ്ങളുമൊക്കെ അമൂല്യ നിധികളായി നമ്മുടെ മുന്നിലെത്തുന്നു. അതൊന്നും നഷ്ടപ്പെടാതെയാകണം ലക്ഷ്യങ്ങളിലേക്കുള്ള നമ്മുടെ വ്യതിരിക്തമായ യാത്രയും. ഒരു ചെറിയ സംഭവ കഥ കൂടി പറയട്ടെ. ഒരു ഗ്രാമത്തിൽ എബി എന്നു പേരായ ഒരു ബാലനുണ്ടായിരുന്നു. ദരിദ്ര കുടുംബത്തിലെ അംഗമായിരുന്നു എബി. കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നവരായിരുന്നു എബിയുടെ മാതാപിതാക്കൾ. ചെറുപ്പം മുതലേ എബിക്ക് നല്ല വായനാശീലമുണ്ടായിരുന്നു. അയൽപ്പക്കത്തുള്ള വീടുകളിൽ നിന്നൊക്കെ പുസ്തകങ്ങൾ വാങ്ങി വായിക്കുമായിരുന്നു. ഒരിക്കൽ അങ്ങനെ വാങ്ങിയ ഒരു പുസ്തകം എബിയെ ഏറെ ആകർഷിച്ചു. പല ആവർത്തി ആ പുസ്തകം വായിച്ചു. രാത്രി മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലിരുന്നും തെരുവു വിളക്കുകളുടെ ചുവട്ടിലിരുന്നുമാണ് വായനയൊക്കെ. അങ്ങനെ ഒരു ദിവസം രാത്രി എബി വായനയൊക്കെ കഴിഞ്ഞ് പാളികളില്ലാത്ത ജനലിന് സമീപത്ത് പുസ്തകം വെച്ച് കിടന്നുറങ്ങി. രാത്രി എപ്പോഴോ പെയ്ത മഴയിൽ പുസ്തകമൊക്കെ നനഞ്ഞു കുതിർന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ട കാഴ്ച എബിയെ അക്ഷരാർത്ഥത്തിൽ ഭയചകിതനാക്കി. നനഞ്ഞ് പിന്നിപ്പോയ പുസ്തകവും എടുത്ത് ആ ബാലൻ അയൽ വീട്ടിലേക്ക് പോയി. ആ വീട്ടുടമസ്ഥൻ ഒരു വ്യവസ്ഥ വെച്ചു. ആ പുസ്തകത്തിന്റെ വിലയ്ക്കു പകരമായി തന്റെ വയലേലയിൽ ഒരു നിശ്ചിത സമയം പണിയെടുക്കണം. എബി അതിന് സമ്മതമായിരുന്നു. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ആ പുസ്തകം ആ വീട്ടുടമസ്ഥൻ എബിക്ക് സ്വന്തമായി നൽകി. ഏറെ സന്തോഷത്തോടെ എബി ആ പുസ്തകം പലപൂരു വായിച്ചു. തന്റെ 8ാമത്തെ വയസ്സിൽ എബി തന്റെ പുസ്തകത്തിൽ ഇങ്ങനെ കുറിച്ചു: ഞാൻ ഒരിക്കൽ ഈ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആകും. എബി വായിച്ച ആ പുസ്തകം അത് അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് വാഷിംഗ്ടണിനെ പറ്റിയായിരുന്നു. 8ാമത്തെ വയസ്സിൽ തന്റെ സ്വപ്നം കുറിച്ചു വെച്ച എബി പിന്നീട് അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റുമായി തീർന്നു. ആ എബിയാണ് മഹാനായ എബ്രഹാം ലിങ്കൺ. നിങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള മന്ത്രങ്ങളിലൊന്ന് അത് എഴുതി വെക്കുക എന്നതാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സും പ്രവർത്തനങ്ങളും നിങ്ങളെ അവിടെ കൊണ്ട് ചെന്നെത്തിക്കും എന്നതിൽ സംശയമൊന്നും വേണ്ട. ഇനി ഒട്ടും സമയം കളയണ്ട. പേനയും പേപ്പറും എടുത്ത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതി വെച്ചോളൂ. ഒരു കാര്യം നേടാൻ നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നുവെങ്കിൽ മുഴുവൻ പ്രപഞ്ചവും നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന ദി ആൽക്കമിസ്റ്റിലെ പൗലോ കൊയ്ലോയുടെ വാക്കുകളും ഇവിടെ സ്മരണവ്യമാണ്.